തൗഫീഖ് തന്നത്. മുകളിലേക്ക് വലിച്ച ശ്വാസം താഴേക്ക് വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ മയ്യത്തല്ലേ. എന്റെ വഅദിന്റെ സദസ്സിൽ എപ്പോഴും വന്നിരുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. പഴയ കാലത്ത് 10-20 കൊല്ലം മുമ്പ് ഈ പരിസരത്തൊക്കെ ഞാൻ വഅദിന് വരുമ്പോ എന്റെ സദസ്സുകളിലൊക്കെ വന്നിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു ദിവസം രാത്രി വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ നാളെ നിക്കാഹാണ്. ഞാൻ പറഞ്ഞു, മറന്നില്ലല്ലോ. ഇല്ല മോനെ, ഞാൻ എഴുതി വെച്ച് കാണും ഡയറിയിൽ എന്ന് പറഞ്ഞ് അങ്ങനെ നോക്കി. അങ്ങനെ രാവിലെ 9 മണിക്കാ നിക്കാഹ്. ഉസ്താദ് അത് കഴിഞ്ഞിട്ടേ പോകാൻ പാടുള്ളൂ, നേരത്തെ അവിടെ എത്തണേ എന്നൊക്കെ തലേന്ന് നിക്കാഹിന്റെ തലേന്ന് എന്റെ സദസ്സിൽ വഅദിന്റെ മജ്ലിസിൽ വന്നിരുന്നിട്ട് വഅദ് കഴിഞ്ഞിട്ട് ദുആ ചെയ്യുമ്പോ കുടുംബജീവിതം നന്നാവനൊക്കെ ദുആർക്കും വേണ്ടി ചെറുപ്പക്കാരൻ കരഞ്ഞ് ദുആ ആമീൻ പറയുന്നു. അതൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം പിറ്റേന്ന് രാവിലെ 5 മണിക്ക് ആ ചെറുപ്പക്കാരന്റെ ഫോണിൽ നിന്ന് കോൾ വരുന്നു. ഞാൻ വിചാരിച്ചു, എന്താ റബ്ബേ ഈ സമയത്ത് വിളിക്കുന്ന? 5:30 മണിക്ക് എന്റെ ഓർമ്മ ശരിയെങ്കിൽ ബാങ്ക്. അപ്പൊ വിളി വന്നപ്പോ ഞാൻ നോക്കുമ്പോ എന്റെ സ്നേഹിതന്റെ ഉമ്മയാണ് ഫോൺ എടുക്കുന്നത്. ഫോൺ എടുത്തിട്ട് പറയുന്നു, ഉസ്താദേ നിങ്ങളെ കൂട്ടുകാരനായ എന്റെ പൊന്നുമോനെ അസീസ് ഇന്നലെ രാത്രി നിങ്ങളെ വഅദും കഴിഞ്ഞിട്ട് വന്നൊരു 12 മണിക്ക് കിടന്നതാണ്. എപ്പോ കിടന്നാലും സുബഹിയുടെ അരമണിക്കൂറും എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന എന്റെ മോന് മിണ്ടുന്നില്ല, വിളിച്ചിട്ട് അനങ്ങുന്നില്ല. ഞാനിങ്ങനെ പറഞ്ഞു, ഉമ്മ വേറെ ആരുണ്ട് നിങ്ങളെ അടുത്ത്? ഒരു ടോർച്ച് എടുത്തിട്ട് ആ കൺപോളകളൊന്ന് പൊക്കിപ്പിടിച്ചിട്ടൊന്ന് കണ്ണിലേക്ക് ടോർച്ചടിച്ച് നോക്കാ. അതേ വേറെ പലരും അടുത്ത് കൂടിയിട്ടുണ്ട്. ടോർച്ചടിച്ചിട്ട് ചോദിച്ചു, ഞാൻ ചോദിച്ചു, കണ്ണിന്റെ കൃഷ്ണമണിക്ക് അനക്കമുണ്ടോ? താതേ ഇളകുന്നില്ല. സുബ്ഹാനല്ലാഹ്, എന്റെ കൽബും പൊട്ടിപ്പോയി. എന്റെ ഒരൊറ്റ സദസ്സിലും ഒഴിവാക്കാതെ വഅദിന്റെ മജ്ലിസിൽ വന്ന ചെറുപ്പക്കാരനാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ ഞാൻ ചോദിച്ചു, അവിടെ പ്രായമുള്ളവരാരെങ്കിലും ഉണ്ടോ? ആ നാടിഞരമ്പൊന്ന് പിടിച്ചു നോക്കാൻ പറ്റുമോ? പിടിച്ചു നോക്കിയിട്ട് ഞാൻ ചോദിച്ച, അനക്കമുണ്ടോ? وما تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت. ഒരൊറ്റ മനുഷ്യനും നാളെ എന്ത് പ്രവർത്തിക്കുമെന്നോ എവിടെ വെച്ച് മരണം സംഭവിക്കുമെന്നോ പറയാൻ കഴിയില്ല. മണിമഞ്ചലിൽ നിന്റെ അവസാന യാത്ര, മനുഷ്യ നിൻ ജീവിത അവസാന യാത്ര. സുബ്ഹാനല്ലാഹ്. കഥയെന്തെന്നറിവുണ്ടോ? നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലെ